ഹലോ. ഉച്ചയ്ക്കൊന്ന് കിടക്കാമെന്ന് പറഞ്ഞ് പോയിട്ട് ഒരു രക്ഷയില്ല. കിടക്കാൻ വേണ്ടിയിട്ട് ഒരു മനസ്സമാധാനം ഇല്ലാത്തതുപോലെ. ഒന്നാമത് അടുക്കളയൊക്കെ ആകെ മോശമായിട്ട് കിടക്കുമ്പോഴാണ് ഞാൻ പോയി ഒന്ന് കിടക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പോയത്. അപ്പോഴേ എനിക്കിങ്ങനെ നൂറുകൂട്ടം ചിന്തയാണ്. അച്ചാറിടണ്ടേ, നാളത്തെ എല്ലാം ഒതുക്കി വെക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഉറങ്ങാനൊന്നും പറ്റൂല. അങ്ങനെ പിന്നെ ചാടി എണീറ്റ് ഓടി വന്ന് അടുക്കള വൃത്തികേടായിട്ട് തന്നെ ഇരിക്കുന്ന അതിൻ്റെ ഇടയിൽ ഇതൊക്കെ ഒന്ന് അരിഞ്ഞ് പറക്കി മാറ്റി വെച്ചിട്ട് അടുക്കള വൃത്തിയാക്കാമെന്നാണ് ചിന്തിക്കുന്നതെങ്കിലും പാത്രങ്ങളൊന്നും വെക്കാൻ വേണ്ടിയിട്ടൊരു സ്ഥലവും ഇതൊന്നും കാണുന്നില്ല. അങ്ങനെ പിന്നെ അരിയുന്നത് അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ആദ്യം ഒന്ന് അടുക്കളയൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാമെന്നുള്ള ഒരു തീരുമാനത്തിലായി. ഈ അടുക്കള വൃത്തികേടായിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ പറ്റൂല. നമുക്ക് എത്ര മുന്നോട്ട് കൊണ്ടുപോയാലും ജോലി അങ്ങോട്ട് നീങ്ങാത്തത് പോലെ തോന്നും. പിന്നെ മെൻ്റലി നമ്മൾ ഭയങ്കര അപ്സെറ്റ് ആയിട്ടിരിക്കുന്നത് പോലെ തോന്നും. നമ്മൾ പാചകം ചെയ്യാൻ വേണ്ടിയിട്ട് അടുക്കളയിലോട്ട് കയറുമ്പോൾ അടുക്കള ഫുൾ ക്ലീനായിരുന്നാലേ നമുക്കത് ചെയ്യാനായിട്ടൊരു മന കട്ടി കിട്ടുള്ളൂ. അപ്പോൾ ആച്ചുപ്പ് കിടന്ന് ഉറങ്ങുന്നുണ്ടല്ലോ എന്നുള്ള ധൈര്യത്തിലാണ് ഞാൻ ഈ അച്ചാറിടാൻ വേണ്ടിയിട്ട് പാഞ്ഞു ഓടി വന്നത്. പക്ഷെ അപ്പോഴത്തേക്കും അവൻ എണീറ്റ് കേട്ടാ. ഇനിയിപ്പോൾ അവനെ ഒന്ന് സമാധാനിപ്പിച്ചെടുത്ത് മാറ്റി ഇരുത്തിയിട്ട് വേണം നമുക്കൊന്ന് അച്ചാറിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരെ കളിക്കാനും പറഞ്ഞു വിട്ട് അടുക്കളയെല്ലാം ഞാൻ ഒന്ന് തൂത്ത് തുടച്ച് ഉറക്കിയൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് ഇഞ്ചി അച്ചാറിടാൻ വേണ്ടിയിട്ട് പോവാം. അപ്പോൾ ഇഞ്ചി അച്ചാർ നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു രീതിയിലാണോ ഞാൻ ഉണ്ടാക്കുന്നതെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ഞാനിങ്ങനെയൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഈ പാചകത്തിൻ്റെ ഭയങ്കര കലാപരമായ ബോധം ഒന്നും വെച്ചിട്ടല്ല ഞാൻ പാചകം ചെയ്യുന്നത്. കാരണം ഞാൻ എപ്പോഴും ഭയങ്കര ബിസിയാണല്ലോ. എനിക്ക് വേറെയും കാര്യങ്ങൾ ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ പാചകം ഞാനിങ്ങനെ തിന്നാൽ രുചി ഉണ്ടാകണം, അത്ര ആ ഒരു കണ്ടീഷനിലാണ് എൻ്റെ ഒരു പാചക ശൈലി എന്ന് പറയുന്നത്. വേഗം ഉണ്ടാക്കുകയും വേണം. എനിക്ക് കളിച്ചുകൊണ്ടിരിക്കാനുള്ള ഒരു സമയമൊന്നും ഇല്ലല്ലോ. അടുക്കളയിൽ തന്നെ ഇങ്ങനെ ഇരിക്കുന്ന ഒരാളൊന്നും അല്ലല്ലോ. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു രീതിയിലാണ് ഞാൻ പാചകം ചെയ്യുന്നത് കേട്ടോ. നിങ്ങളുണ്ടാക്കുന്ന പോലെയൊന്നും ആയിരിക്കില്ല. നമ്മളപ്പോൾ ഇഞ്ചി അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തേങ്ങ വറുത്ത് കോരി മാറ്റിയിട്ട് പിന്നെ നമുക്ക് ഇഞ്ചി ഒന്നിട്ട് വറുത്ത് എടുക്കണം. ഇഞ്ചി നല്ല നൈസായിട്ട് എൻ്റെ ഗ്രേറ്ററൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ചോപ്പർ ഉണ്ടെങ്കിൽ ചോപ്പറിലിട്ട് നമ്മൾ ചോപ്പ് ചെയ്തിട്ടൊക്കെ ഇട്ട് വറുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വറന്ന് കിട്ടും കേട്ടോ. പക്ഷെ ഞാനിങ്ങനെ കണ്ട മുണ്ടൊക്കെ വരി ഇട്ട് വറുത്ത് കോരി ഇങ്ങെടുക്കും. ഇനി അത് കഴിഞ്ഞിട്ട് ആ എണ്ണയിൽ തന്നെ നമുക്ക് ഉള്ളിയും ഇട്ടൊന്ന് വറുത്ത് കോരിയെടുക്കാം. ഈ ഉള്ളി വറുത്ത് കോരിയെടുക്കുന്ന സമയത്ത് ഉള്ളി സെപ്പറേറ്റ് നമ്മൾ ചതുക്കിയെടുക്കണം കേട്ടോ. അതുപോലെ ഇഞ്ചിയും തേങ്ങയും ഒന്നിച്ച് നമ്മൾ അരച്ചെടുക്കണം. അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്നാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ് കേട്ടോ. ഈ ഒരു രീതിയിലാണ് ഞാൻ വയ്ക്കുന്നത്. ഇനി ഉള്ളിയും നമ്മൾ വറുത്ത് കോരി എടുത്തിട്ട് ആ എണ്ണയിൽ തന്നെ കുറച്ച് വെളുത്തുള്ളിയും കരിയാപ്പിലയും പിന്നെ പച്ചമുളകും കൂടി കീറിയിട്ട് അത് ഒന്ന് വഴറ്റിയെടുക്കുന്ന സമയത്തിന് നമുക്ക് ഉള്ളി ഒന്ന് ചതുക്കിയെടുക്കാം. അതിനു മുമ്പ് ഇഞ്ചിയും തേങ്ങയും കൂടി ചതുക്കി മാറ്റി വയ്ക്കണം കേട്ടോ. എങ്കിലേ അല്ലെങ്കിൽ ഉള്ളിയുടെ ആ ഒരു ചൗ ഈ തേങ്ങയിലൊക്കെ കൂടി പിടിക്കും. അപ്പോൾ ആദ്യം ഇഞ്ചിയും തേങ്ങയും കൂടി ഒന്ന് പൊടിച്ച് മാറ്റി വെച്ചിട്ട് ഈ ഉള്ളി നമ്മൾ ചതുക്കിയെടുത്ത് ഈ എണ്ണയിൽ തന്നെ ഇട്ട് ഒന്നും കൂടി ഒന്ന് മൂപ്പിക്കണം. ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ആ ഇഞ്ചിയുടെ ഒരു കുത്തലുണ്ടല്ലോ, ആ കുത്തലൊന്നും കാണൂല, നല്ല ടേസ്റ്റ് ആയിരിക്കുമേ. അതിനുശേഷം അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും, കായം ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം. എനിക്ക് ആ മണം ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. പിന്നെ അച്ചാറിലൊക്കെ കായം ഇടുന്നത് നല്ലതാണ്. ഇത് എൻ്റെ അമ്മമ്മ ഉണ്ടാക്കി ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലേ ഇഞ്ചി ഉണ്ടാക്കുന്നത്. പക്ഷെ ഉണ്ടാക്കിയൊക്കെ കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇതിൽ നമുക്ക് കുറച്ച് പുളിയും കൂടി നല്ല കട്ടിക്ക് പുളി പിഴിഞ്ഞ് അതിലോട്ടൊഴിച്ച് ഒരിച്ചിറ വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കണം. തിളപ്പിച്ചൊന്ന് കുറുക്കിയെടുക്കുക. ഇതൊന്ന് കുറുക്കിയെടുത്തതിന് ശേഷം ഇതിലേറ്റവും മെയിനായിട്ടുള്ളൊരു സാധനം ചേർക്കണം. ശർക്കരയാണ് ശരിക്കും നല്ലത്. പക്ഷേ എൻ്റെ കയ്യിൽ ശർക്കര ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ എന്താക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ വന്ന് ചൂടുള്ള സാധനം എനിക്കും കൂടി ടേസ്റ്റ് ചെയ്യാനെന്ന് ഞാൻ വെച്ച് നോക്കിയപ്പോൾ കൈ പൊള്ളി, ചിക്കുവിൻ്റെ കൈ പൊള്ളി. പിന്നെ എന്നിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നേ. അപ്പോൾ ഉപ്പ് ഇട്ട് കുറച്ച് പഞ്ചസാരയാണ് ഇതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻഗ്രീഡിയൻറ്റ്.
ആ പഞ്ചസാരയും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് ആ ഇഞ്ചിക്കറി ഒന്ന് ടേസ്റ്റ് ചെയ്യണം എൻ്റെ പൊന്നു മക്കളെ, സ്വർഗം. അമ്മാതിരി ഇഞ്ചിക്കറി കിട്ടും കേട്ടാ. ഇനി നമുക്ക് മാങ്ങ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കാം. മാങ്ങ അച്ചാർ എനിക്ക് ഭയങ്കര എളുപ്പമുള്ള ഒരു സാധനമാണ്. അതിൽ കുറച്ച് ഈ നമ്മൾ സാധാരണ സൺഫ്ലവർ ഓയിലല്ല കേട്ടോ ഈ അച്ചാറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത് സൺഫ്ലവർ ഓയിലല്ല. എൻ്റെ അമ്മമ്മേരെയൊക്കെ കാലത്ത് സൺഫ്ലവർ ഓയിലോ സസ്യെണ്ണയോ ഒന്നുമല്ല ഉപയോഗിക്കുന്നത്, നല്ലെണ്ണ. ഒറ്റ സൈസ് നല്ലെണ്ണ മാത്രമാണ് എൻ്റെ അമ്മമ്മ ഉപയോഗിക്കുന്നത് കേട്ടോ. അതിൽ അവർ അമ്മിക്കല്ലിലൊക്കെ ഇട്ട് അരച്ച് ഈ അരപ്പുണ്ടാക്കും, അച്ചാറിൻ്റെ അരപ്പുണ്ടാക്കും. ആഹാ, എന്തൊരു ടേസ്റ്റാണെന്നറിയാമോ. നമ്മളൊക്കെ തലകുത്തി നിന്നാൽ ആ ടേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പം ഇഞ്ചിയും പച്ചമുളകും വഴറ്റിയിട്ട് അതിൽ കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും കായപ്പൊടിയും ചേർക്കും. പക്ഷെ ഞാൻ ഇതിൽ കായപ്പൊടി ചേർത്തിട്ടില്ല കേട്ടോ. ആ ചേർത്തിട്ട് അതിൽ നമ്മളെ പിന്നെ മാങ്ങ ഉണ്ടല്ലോ, മാങ്ങയും കൂടി ചേർത്ത് ഒരിച്ചിറ വിനാഗിരിയാണ് നല്ലത്. എൻ്റെ കയ്യിൽ വിനാഗിരി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാനൊരു ശകലം പുളിവെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ. ഈ മാങ്ങയ്ക്ക് നല്ല പുളി ഉണ്ടായിരുന്നു, എന്നാലും ഇരിക്കട്ടെ. കുറച്ച് പുളി മുന്തിയിരുന്നാൽ അച്ചാർ കാണാനും കേൾക്കാനും ഒക്കെ ഭയങ്കര രസമായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ അത് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതിയേ, അല്ലെങ്കിൽ മാങ്ങ വെന്ത് ഉടഞ്ഞു പോകും. അപ്പോൾ ജസ്റ്റ് തിളയ്ക്കുകയും വേണ്ട, ഒന്ന് ചൂടായാൽ മാത്രം മതി. അതും റെഡിയായി, മാങ്ങയും നമുക്ക് റെഡിയായി. ഇനി അടുത്ത സാധനമാണ് മോനെ, വേവ് കൂടുതലുള്ള ഒരു അച്ചാറാണ് മധുര നാരങ്ങ. നമ്മൾ സാധാരണ നാരങ്ങയാണെങ്കിൽ നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ആവി കയറ്റി അറുത്ത് അതിൽ ഉപ്പിട്ട് അങ്ങനെയാണ് നമ്മൾ അച്ചാറിടൽ. പക്ഷേ ഈ മധുര നാരങ്ങ നമ്മൾ അച്ചാറിടുന്ന സമയത്ത് ഡയറക്റ്റ് അടുപ്പിൽ വെച്ച് അങ്ങനെ വേവിച്ച് തള്ളിക്കൊള്ളണം കേട്ടോ. അതും ഈ പറഞ്ഞതുപോലെ വെളുത്തുള്ളിയും കരിയാപ്പിലയും പിന്നെ പച്ചമുളകും കൂടി എണ്ണയിലിട്ട് വഴറ്റി നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചേക്കുമല്ലോ, മധുര നാരങ്ങ അരിഞ്ഞ് വെച്ചേക്കുന്നതിന് നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നതിന് മുമ്പ് കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കണം. മൂപ്പിച്ചെടുത്തിട്ട് അതിൽ വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ നാരങ്ങ അങ്ങോട്ട് ചേർത്ത് നന്നായിട്ട് വേവിക്കണം കേട്ടോ. ഇതിൽ ഈ ഒരു കൂട്ട് നന്നായിട്ടൊന്ന് മൂത്ത് ആ ഒരു സ്മെല്ല് വന്ന് ഇതിലും നമുക്ക് കായപ്പൊടി ചേർക്കാം. പക്ഷെ ഞാൻ ചേർത്തിട്ടില്ല. നമ്മളെ മനസ്സിൻ്റെ കടുപ്പം പോലെയൊക്കെ ചേർത്തോ, കായപ്പൊടിയൊക്കെ ചേർത്തോ. അച്ചാറിന് സാധാരണ കായപ്പൊടി ഇട്ടാലേ ടേസ്റ്റ് ഉള്ളൂ. അപ്പോൾ എൻ്റെ അമ്മമ്മേരെയൊക്കെ കാലത്ത് അമ്മമ്മ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഭരണിയിലൊക്കെയാണ് അവർ അച്ചാറിട്ട് വയ്ക്കുന്നത് കേട്ടോ. അത് നമ്മൾ പോയി മോഷ്ടിച്ച് തിന്ന് തീർക്കും, അത് വേറെ കേസ്. പക്ഷെ നമ്മളിവിടെ ഇപ്പോൾ ഇത്തിപ്പൂരല്ലേ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് പിന്നെ നല്ലെണ്ണയൊന്നും നോക്കണ്ട, നല്ലെണ്ണയിലൊന്നും വെക്കണ്ട. ഈ നല്ലെണ്ണയിൽ ഉണ്ടാക്കുന്ന അച്ചാർ പെട്ടെന്ന് ചീത്തായി പോകില്ല, പിന്നെ ഒരു മണവും വേറെ സെപ്പറേറ്റ് നല്ല സ്മെല്ലായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു അച്ചാറെന്ന് പറയുന്നത് നമുക്ക് നല്ലതുപോലെ വേവിക്കണം, എന്നാലേ അതൊന്ന് ഉടഞ്ഞ് വെന്ത് ആ അച്ചാറിൻ്റെ ആ മുളക് പൊടിയുടെയും മഞ്ഞപ്പൊടിയുടെയൊക്കെ, മല്ലിപ്പൊടിയൊന്നും ചേർത്ത് കളയല്ലേ മുത്തോണികളെ, മുളക് പൊടിയുടെയും മഞ്ഞപ്പൊടിയുടെയൊക്കെ കൂടെ കിടന്ന് നന്നായിട്ട് വെന്ത് ഇതിൽ ഞാനൊരല്പം പുളി ചേർത്തിട്ടുണ്ട് കേട്ടോ. പുളി മാത്രമല്ല, കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മധുര നാരങ്ങ അച്ചാറാണല്ലോ, അപ്പോൾ ഇതിൽ നല്ല എരിയും പുളിയും ഉപ്പും ഒക്കെ കൂടി നന്നായിട്ട് പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഇങ്ങനെയാണ് ഞാൻ അച്ചാറിടുന്നത്. നിങ്ങളെങ്ങനെയാണ് ഇടുന്നത്? ഓക്കേ.